Blessed Lamb of Calvary, for His grace so rich and free. Best instruction before leaving earth, BIBLE. യഹൂദന്മാരൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരെ നമ്മൾ പരിഗണനയോടെ കാണുന്നു. പക്ഷെ അവരും യേശു ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ. നമ്മൾ 1000 സ്നേഹിതന്മാരെ ഉണ്ടാകണം, പക്ഷേ യേശു അതുല്യ സ്നേഹിതൻ എന്നുള്ള ആ ചിന്തയിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് യേശു ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ശാന്ത സ്വരത്തിൽ, സാവധാന സ്വരത്തിൽ യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ. നമ്മൾ മറ്റ് ജാതിക്കാരെയോ ഭാഷക്കാരെയോ മതക്കാരെയോ ഒന്നും അവഹേളിക്കുന്നവരല്ല. ദൈവത്തിന് ജാതി മതവും ഇല്ല. വിശ്വസിക്കാത്തവർക്കും പുനരുത്ഥാനമുണ്ട്. വേദപുസ്തകം പറയുന്നു, 1000 ആണ്ട് കഴിഞ്ഞ് വിശ്വസിക്കാത്തവർ വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ ആത്മീയമായി ഇന്നും എന്നെ സ്വാധീനിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. ബെസ്റ്റ് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് എർത്ത്, BIBLE. ഇന്ന് ഞാൻ യുവജനങ്ങൾക്ക് എല്ലാവർക്കും വേദപുസ്തകം പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം, മനുഷ്യൻ്റെ സകല പ്രശ്നത്തിന് പരിഹാരം നൽകി അവനെ ദൈവഭക്തിയിൽ അഭ്യസിപ്പിക്കാൻ സഹായിക്കുന്ന ഏക പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യുദ്ധക്കൊടുതികളും എല്ലാം മുന്നമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണല്ലോ. യുദ്ധങ്ങളെയും യുദ്ധസ്ഥിതികളെയും കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും വീണ്ടും അടുത്തിരിക്കുന്നു നമുക്ക് ഓർക്കാനും അവൻ്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കാനും ദൈവം നമ്മളെ സഹായിക്കുന്നു. വ്യക്തിപരമായി എല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അതാണ് രക്ഷയിലേക്ക് അവനെ നയിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവിനെ കുറിച്ചുള്ള വചനം സമീപമായി എല്ലാവർക്കും ഉണ്ടെങ്കിൽ കാണുന്ന ഏത് വ്യക്തിയോടും യേശുവിനെ പരിചയപ്പെടുത്താൻ ദൈവങ്ങൾക്ക് കഴിയും. ദൈവം ലോക ജനതയെ സ്നേഹിച്ചുകൊണ്ടാണ് തൻ്റെ പുത്രനെ മനുഷ്യനായ ലോകത്തിലേക്ക് അയച്ചത്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വചനമാണ് ഗോൾഡൻ ടെക്സ്റ്റ് ഓഫ് ദ ബൈബിൾ, John 3:16. For God so loved the world that He gave His only begotten Son, that whosoever believeth in Him should not perish but have everlasting life. പഴയ നിയമം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിൻ്റെ ഒരുക്കമായിരുന്നു. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. തുടർന്ന് കാണുന്ന 42 പേര് ജനിച്ചതുപോലെയല്ല യേശു ജനിച്ചത്. യേശുവിൻ്റെ ജനനം അത്ഭുതകരമായ കൃപ ലഭിച്ച കന്യകമറിയാമിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ ദൈവം മനുഷ്യനായ ലോകത്തിൽ അവതരിച്ചാണ്. എത്ര ആശ്ചര്യകരമായ ചിത്രമാണ്! പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, സകല മനുഷ്യർക്കും ജീവനും ശ്വാസവും ശക്തിയും നൽകുന്ന ദൈവം മനുഷ്യനായ ലോകത്തിൽ വന്നു നമ്മളെ തേടി. അവൻ്റെ ജനനം എളിയ ജനനമായിരുന്നു. ജനിക്കാൻ വഴിയമ്പലത്തിൽ പോലും ഇടം കിട്ടാതെ പശുത്തൊഴുത്തിൽ അവനെ കിടത്തിയെന്ന് വായിക്കുന്നു. പൗലോസ് അത് വ്യാഖ്യാനിക്കുന്ന, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടത് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. ഈ കൃപ അറിയുന്ന ജനം ഭൗതികമായും അനുഗ്രഹിക്കപ്പെടും, ഉയർച്ച പ്രാപിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന മുഖാന്തരം എല്ലാവർക്കും ദൈവരാജ്യം ഈ ഭൂമിയിലെ അനുഭവിച്ച് ആസ്വദിച്ച് തുടങ്ങാൻ കഴിയും. അതിൻ്റെ പൂർണ്ണത ഭാവിയിലാണെങ്കിലും യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ദൈവരാജ്യം സ്ഥാപിച്ച് തുടങ്ങുവാനായിരുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവെന്ന് യേശു പ്രസംഗിച്ചത് മർക്കോസ് 1:15 നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ആ സ്വർഗരാജ്യത്തിൻ്റെ വിശേഷതകളെ ഉപമയിൽ കൂടെയും വ്യാഖ്യാനത്തിൽ കൂടെയും യേശു പഠിപ്പിച്ചു. പുതിയ നിയമം ഇന്ന് നമ്മളെ ദൈവരാജ്യത്തെ ആസ്വദിക്കുവാൻ സഹായിക്കുന്നതായ പുസ്തകമാണ്. എല്ലാ ദൈവമക്കളും പുതിയ നിയമത്തിൽ കൂടെ സംസാരിക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവത്തെ അന്വേഷിച്ചതായ അനേക ഭക്തന്മാരെ അബ്രഹാം തൊട്ടിങ്ങോട്ട് ഉള്ളവരെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്താൽ അവരുടെ വിശ്വാസം ഉറയ്ക്കാനിടയായിത്തീരും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക.
അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് പറയാനിടയായിത്തീർന്നു. ഒരു കോടീശ്വരനായിരുന്ന ശൗല് മാനസാന്തരപ്പെട്ട് താൻ മഹാനായിരുന്നു, പക്ഷേ നിസാരൻ എന്നുള്ള അർത്ഥത്തിൽ പൗലോസ് എന്ന പേര് ഏറ്റെടുത്ത് അന്നത്തെ ലോകത്തെ സുവിശേഷമായി എത്തിച്ച ചരിത്രം നമ്മളെ ആത്മ പ്രചോദനം നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന സംഭവമാണ്. 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ ഉണ്ട്. സുവിശേഷത്തിൻ്റെ വ്യാപ്തി ഇന്ന് നമ്മൾ അറിയേണ്ടതും ജോൺ 3:16 ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞാൻ തീത്തോസ് 2:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഓർക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം ഉപയോഗിച്ചുവല്ലോ. ജോൺ 3:16. ഇനിയിപ്പോൾ യഹൂദനെന്നും യവനെന്നും ദൈവത്തിന് വ്യത്യാസമില്ല. ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇസ്രായേൽ ചെയ്തതായ ഏറ്റവും വലിയ തെറ്റ് ദൈവത്തിനെ തിരസ്കരിച്ചതായിരുന്നു. അവരുടെ പൂർവികന്മാർ പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തന്തയുടെ മേലും വന്നാലും കുഴപ്പമില്ലെന്ന് ആക്രോശിച്ച ജനത്തിൻ്റെ മേൽ കഴിഞ്ഞ 2000 കൊല്ലമായി അവരത് അനുഭവിച്ചു. എന്നാൽ അവിടെ ഇന്ന് വിശ്വാസികൾ ചുരുക്കമാണെങ്കിലും ചുരുക്കം പേരുണ്ട്. 1993 ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ അവിടെ 5000 പെന്തക്കോസ്തുകാരുണ്ടെന്ന് വേൾഡ് പെന്റിക്കോസ്റ്റൽ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു കേൾക്കാനിടയായി തീർന്നു. ചില കുടുംബക്കാരെ ഒക്കെ പരിചയപ്പെടാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇന്ന് സകല മനുഷ്യരും യേശു ക്രിസ്തുവിനെ അറിയിക്കാനും ഉയർത്താനും യഹൂദന്മാരോട് നമുക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ അവിടുത്തെ 12 ശിഷ്യന്മാർ മിക്കപേരും യഹൂദന്മാരായിരുന്നു. അവരിൽ കൂടെയാണ് സുവിശേഷം. ഒരുവൻ ജീവിതത്തെ നശിപ്പിച്ചു, എന്നാൽ ബാക്കി 11 പേരും പിന്നീട് വന്ന ദൈവദാസന്മാരും ഭക്തന്മാരും ഫിലിപ്പോസ് തുടങ്ങിയവർ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട് അവർ മുഖാന്തരം സുവിശേഷം അന്നത്തെ കാലത്ത് തന്നെ വ്യാപിക്കപ്പെടുവാനായി തീർന്നു. യഹൂദന്മാരൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരെ നമ്മൾ പരിഗണനയോടെ കാണുന്നു. പക്ഷേ അവരും യേശു ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ പൗലോസ് വിശ്വസിച്ച പോലെ, ശൗൽ വിശ്വസിച്ച പോലെ, ശൗലായിരുന്ന പൗലോസ് വിശ്വസിച്ച പോലെ അവരും യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ, ഇന്ന് ഞാൻ അവിടെ ചുരുക്കം വിശ്വാസികളിലുണ്ട്. നമുക്ക് യഹൂദന്മാരെ തള്ളിപ്പറയാൻ കഴിയത്തില്ല. കാരണം നമുക്ക് അവരുമായിട്ടൊരു ബന്ധമുണ്ട്. അബ്രഹാമിൽ കൂടെ, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി, ഒന്നാമത്തെ മനുഷ്യനായ ആദാം മുഖാന്തരം പാപം ലോകത്തിൽ വരാനിടയെത്തുന്നു. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരിയായി പിശാചിൻ്റെ വാക്കിന് ചെവി കൊടുത്തു. പക്ഷെ ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യനെയും കുടുംബത്തെയും തള്ളിക്കളഞ്ഞില്ല. സ്ത്രീയുടെ സന്തതിയായി വരുന്നവൻ സർപ്പത്തിൻ്റെ തലയെ തകർക്കും, പിശാചിൻ്റെ തലയെ തകർക്കും. യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വന്നു. അവൻ പുരുഷ സന്തതിയല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. ലോകത്തിന് കേൾക്കാൻ കഴിയുന്ന കാര്യം, ദൈവം മനുഷ്യനായി, പൂർണ്ണ ദൈവമായി ലോകത്തിലുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഏത് പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ. ഇന്ന് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. എന്നാൽ മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി തൻ്റെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നിത്യജീവന്റെ പ്രത്യാശ ഏറ്റെടുത്ത് ദൈവരാജ്യത്തിനു വേണ്ടി ഒരുങ്ങാനും കാത്തിരിക്കാനും കഴിയുന്ന പ്രത്യാശ, വിശ്വാസം, ദൈവസ്നേഹമാണ് യേശു പ്രദർശിപ്പിച്ചത്. സ്നേഹത്തിൻ്റെ പൂർണ്ണ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഈ 3 നിലനിൽക്കുന്നു. ഇത് 3 ഉണ്ടാകാൻ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശു, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. യഥാർത്ഥ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ ദൈവത്തെ യേശു ക്രിസ്തുവിൽ കൂടെ അറിഞ്ഞുമ്പോൾ മാത്രമേ ആ അറിവ് വ്യക്തമാകുകയുള്ളൂ. പ്രത്യാശ ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ അംഗീകരിക്കുന്നതിൽ കൂടെയാണ്. ഒരാളിനോട് കൂടെയാണെങ്കിലും യേശു ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ യേശുവിനെ പരിചയപ്പെടുത്തിയാൽ, ദ പവർ ഓഫ് പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ സുവിശേഷത്തിൻ്റെ ശക്തി ഓരോരുത്തരായി ഓരോ ദൈവങ്ങളും ഓരോ ദിവസവും മനസ്സിലാക്കിയാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും നമ്മളിടപെടുന്ന സമൂഹത്തിലെ
സ്ഥാപനത്തിലെ ആളുകൾ എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ യേശുവിനെ അറിയാനിടയായിത്തീരും. 1973 മുതൽ ഞാൻ കാട്ടാക്കടയുള്ള ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ സുവിശേഷ പ്രവർത്തനം നടത്താൻ പോകുമായിരുന്നു. അവിടുന്ന് പല പിള്ളേരും അതിൻ്റെ തൊട്ടടുത്തുള്ള അച്ചമ്പീച്ചുകോട് ഹാളിൽ ബൈബിൾ ക്ലാസ്സിന് വരുമായിരുന്നു. ടീച്ചേഴ്സ്, ഹൈസ്കൂളിലെ ടീച്ചേഴ്സ് അവിടെ വരുമായിരുന്നു. അവരുമായിട്ടൊക്കെ എന്നും ഓർക്കുന്ന ഓർമ്മകളുടെ ചിത്രം എനിക്ക് ലഭിക്കാനിടയായിത്തീർന്നു. ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ കയറിയിറങ്ങി പിള്ളേരോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച ഒരു മാന്യനെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കാണാനിടയായിത്തീർന്നു. അദ്ദേഹം അവിടുത്തെ അധ്യാപകനായി തീർന്നു. പിന്നീട് 2012 തൊട്ട് 2017 വരെ അദ്ദേഹം അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പലായി തീർന്നു. പ്രൊഫസർ വത്സലകുമാർ കുടിയാക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തെ എനിക്ക് വീണ്ടും വ്യക്തമായി കാണാൻ കഴിഞ്ഞത് എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ച മാന്യ സ്നേഹിതനാണ് പ്രിയ എൽസാം സാറ്. എൽസാം സാർ എൻ്റെ ട്രിവാൻഡ്രത്ത് പ്രവർത്തനത്തിന് വളരെ പ്രോത്സാഹനം നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹവും പാസ്റ്റർ പി.ഡി. ജോൺസണും കൂടെ നടത്തുന്ന ക്രൂസൈഡിൽ യേശു നല്ല സ്നേഹിതനുള്ള കോറസ് പല്ലവി പാടി കേൾപ്പിക്കുകയും ജനങ്ങൾ ഏറ്റുപാടുകയും ചെയ്യുന്നത് ഞാൻ അതിൻ്റെ തിയോളജി മനസ്സിലാക്കി. എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ വചന പ്രചാരം. നമ്മൾ 1000 സ്നേഹിതന്മാരെ ഉണ്ടാക്കണം, പക്ഷേ യേശു അതുല്യ സ്നേഹിതൻ എന്നുള്ള ആ ചിന്തയിൽ ഞാൻ ഇന്നും ആ പല്ലവി ആളുകളെ പാടി കേൾപ്പിക്കാറുണ്ട്. യേശു നല്ല രക്ഷകൻ, നല്ല സ്നേഹിതൻ, അതുല്യ സ്നേഹിതൻ, എല്ലാം നൽകിയിടുന്നു. യേശുവിൻ നാമമേ നല്ല നാമം, യേശു നല്ല നായകൻ, ലീഡർഷിപ്പ് ക്രൈസിസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ യേശുവിലേക്ക് ശ്രദ്ധ തരികയാണ്. യേശു നല്ല രക്ഷകൻ, നല്ല വൈദ്യൻ, അതിനെല്ലാം വചനം എനിക്ക് പറയാൻ കഴിയും. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്നേഹിതനാണ് എൽസാം സാർ. ഞങ്ങൾ ഒരുമിച്ച് ദൂതൻ മാസികയുടെ പ്രവർത്തനത്തിൽ 1973-75 വരെ, പിന്നീട് പ്ലാമൂട് കേന്ദ്രമാക്കി ദൂതൻ ആഫീസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ മാസികയുടെ പ്രൂഫും എടുത്തുകൊണ്ട് ആദ്യത്തെ പ്രൂഫ് ഞാൻ കറക്റ്റ് ചെയ്യുമായിരുന്നു. ഫൈനൽ പ്രൂഫ് അദ്ദേഹത്തെ കാണിക്കാൻ PSC ഓഫീസിൽ ചെന്ന് അദ്ദേഹമായിട്ട് കാണുന്നതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പിന്നീട് പ്ലാമൂട്ടിൽ അസംബ്ലീസ് കോഡ് ചർച്ചിൻ്റെ അടുത്ത് തന്നെ താമസമാക്കി. 2018 അദ്ദേഹം മരിച്ചപ്പോൾ 4:30 മണിക്ക് വെളുപ്പിനെയാവാൻ 4:30 മണിക്ക് ആ വിവരം പറഞ്ഞ് ഞാനും ഏച്ചോൺ സാറും കുടുംബവും ഞാനും എൻ്റെ വൈഫും ഏച്ചോൺ സാറും കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് സാംസാറിൻ്റെ വീട്ടിൽ ചെന്ന് ഭൗതിക ശരീരം കണ്ട് ഞാൻ സങ്കടപ്പെട്ട് മുറിയിൽ നിന്ന് വെളിയിട്ടിറങ്ങുമ്പോൾ ഒരു മാന്യദേവൻ എന്നെ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ച വാചകം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ എന്നെ അദ്ദേഹത്തിനറിയാം, എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ല. പാർശ്വ എനിക്കറിയാം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വെച്ചാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയപ്പം സാംസാറിൻ്റെ വീടിന് തൊട്ടടുത്ത് അദ്ദേഹം താമസിക്കും, പ്രൊഫസർ വത്സലകുമാർ. ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ചെന്ന് പിള്ളേരോട് ഇടപെടുന്നതും മറ്റും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പിള്ളേർ പലരും അടുത്ത ബൈബിൾ ക്ലാസ്സിന് വരികയൊക്കെ ചെയ്യുന്ന അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതൊരു ആത്മീയ ചിന്താഗതിയുള്ള മാന്യ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആശ്വാസ വാക്കുകളിനെ ആശ്വസിപ്പിക്കാനോ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുള്ളതും നമ്മൾ ഓർക്കുന്നില്ലേലും അവരോർക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകാത്തതാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അനേകരെ ആകർഷിക്കും എന്നുള്ള ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാന്യ സുഹൃത്തായി പിന്നീട് തീർന്ന് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനിടയിൽ തീർന്നപ്പോൾ കുടിയാക്കോട് സ്വദേശിയാണ്. കാട്ടാക്കട കോളേജ് വന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. പിന്നീട് അദ്ദേഹം അവിടുത്തെ അധ്യാപകനായി, അവിടുത്തെ പ്രിൻസിപ്പലായി. കുടിയാക്കോട് സിയോൻവിള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പുരയിടം നൽകിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു യോഹന്നാനാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് സിയോൻവിളയിൽ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽപ്പെട്ട വസ്തുവായിരുന്നു. അപ്പോൾ നമ്മൾ സുവിശേഷമായി കണ്ടുമുട്ടുന്നവർ നമ്മളവരെ മറന്നാലും യേശുവിൻ്റെ വചനം നഷ്ടമായി പോകുന്നില്ല എന്നുള്ള ചിന്തയിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സംഭവ കഥ പറഞ്ഞത്. സാംസാറിൻ്റെ വേർപാടിൽ ദുഃഖത്തോടെ ഞാൻ ആയിരുന്നെങ്കിലും ആ സംഭവം, ആ കൂടിക്കാഴ്ച എന്നെ വളരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. ഞങ്ങൾ പലപ്പോഴും ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മാന്യ സഹധർമ്മയുടെ പേര് കവിത എന്നാണ്, മഞ്ചൂരുകാരിയാണ്. സാറിപ്പോഴും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് അദ്ദേഹം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പ്രിൻസിപ്പലായി.
റോസ് ചന്ദർ എന്ന മാന്യ അദ്ദേഹമായിരുന്നു. ഞാൻ 1973 കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള പല അധ്യാപകരെ കാണാനും എൻ്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന അജികുമാർ കാട്ടാക്കട അസംബ്ലി കോർട്ടിൻ്റെ ബാക്കിൽ പിന്നീട് അതേ ഒരു സ്ഥാപനം സ്ഥാപിച്ചതൊക്കെ അന്ന് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു. കോറസൊക്കെ പാടി കേൾപ്പിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങളാണ് പറഞ്ഞു കൊടുത്തെങ്കിലും അവരൊക്കെ പിന്നീട് അത് അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീർന്നു. എൻ്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരി മോളി ഇവിടെ പിന്നീട് വിവാഹിതയായി മണ്ണന്തലയിലുള്ള ഒരു ലൂതറൻ അച്ഛൻ സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മെഡിക്കൽ കോളേജ് ജോലിയൊക്കെ ആയത്. ഞാൻ മറന്നുപോയെങ്കിലും അവരൊക്കെ അത് ഓർത്തിരിക്കുന്നുവെന്ന് അടുത്ത സമയത്ത് ഓർക്കപ്പെടാനായത്. അങ്ങ് അമ്പൂരി ഭാഗത്തുനിന്നായിരുന്നു ആ കുട്ടി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് യേശു ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ശാന്തസ്വരത്തിൽ സാവധാന സ്വരത്തിൽ യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ, എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ വന്ന ദൈവപുത്രനാണ്, രക്ഷിതാവാണ്, ലോകരക്ഷിതാവാണ്, വേറെ രക്ഷിതാവില്ല, എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ രക്തം ചിന്തിയ ദൈവപുത്രൻ എല്ലാവരും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ പങ്കുചേരുന്നെങ്കിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരും. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരൊക്കെയും ഒരാളിനെ കണ്ടാലും കിട്ടിയാലും സാവധാനത്തിൽ യേശുക്രിസ്തുവിനെ അറിയുന്നുവോ? യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ സ്നേഹത്തിൻ്റെ ഉറവിടം, നമ്മളെ തമ്മിൽ സ്നേഹിക്കാൻ കാരണമായി തീർന്നത്. സുവിശേഷം ഇന്ന് ശക്തിയോടെ പരിലസിച്ചുകൊണ്ടിരിക്കുന്നു. യഹൂദന്മാർക്കും ജാതികൾക്കും എല്ലാ ജാതികൾക്കും ആവശ്യമായിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. നമ്മൾ മറ്റ് ജാതിക്കാരെയോ ഭാഷക്കാരെയോ മതക്കാരെയോ ഒന്നും അവഹേളിക്കുന്നവരല്ല. ദൈവത്തിന് ജാതി മതവും ഇല്ല. ഞാൻ ജോൺ 3:16 ഓർപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലെ സുവർണ വാക്യം ജോൺ 3:16 തന്നെയാണ്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. പഴയ നിയമകാലത്തിൽ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകത നൽകി ദൈവം ചിന്തിച്ചെങ്കിലും യേശുക്രിസ്തു മുഖാന്തരം മുഴുവൻ ലോകത്തെയും ഒരുപോലെ കാണത്തക്കമുള്ള വീക്ഷണമാണ് ഉണ്ടാകേണ്ടത്. ഫോർ ഗോഡ് സോ ലവ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. ഇന്ന് അന്യ മതക്കാരുണ്ട്, ജാതിക്കാരുണ്ട്, പക്ഷെ ദൈവം അതെല്ലാം സെക്കൻഡറി ആയിട്ടേ കാണുന്നുള്ളൂ. തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന യഹൂദനാണെങ്കിലും യവനാണെങ്കിലും ഹമാസ് ആണെങ്കിലും പാലസ്തീൻകാരാണെങ്കിലും ജർമ്മൻകാരാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും വിശ്വസിക്കുന്ന ഏവനും നയിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. അനേക മുസ്ലിം സ്നേഹിതന്മാർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൽ കൂടെ സന്തോഷവും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന മകൻ നിത്യജീവൻ ആണ്. എവർലാസ്റ്റിംഗ് ലൈഫ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ലൈഫാണ്, നിത്യജീവനാണ്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനായിക്കൊണ്ട് കാത്തിരുന്നുകൊണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യോഹന്നാൻ 3:16 ഒരു എക്സ്പാൻഷനാണ് തീത്തോസ് 2:11 മുതൽ 14 വരെ. എൻ്റെ ആഗ്രഹം എല്ലാ ചെറുപ്പക്കാരും അത് വായിച്ച് മനസ്സിലാക്കി പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിച്ചിട്ട് നീതിയോടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ദൈവകരമായി ശിക്ഷിച്ച് വളർത്തുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷതയായിട്ടും കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ രാജ്യം പ്രത്യക്ഷമാകാനായി കാത്തിരിക്കുകയാണ്. അവൻ വരും. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അവൻ തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ തന്നെ സ്ഥാപിക്കും. യേശു രാജാവായി വാഴും. അതിനു മുമ്പ് നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ വേദപുസ്തകത്തിൽ കൂടെ അറിവ് തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ എത്ര വലിയ സംഭവങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. പക്ഷേ ദൈവസഭയ്ക്കുള്ള ഒരു ആശ്വാസം ദൈവസഭ ഇവിടെ കാണത്തില്ല. ദൈവസഭയെ ഇവിടെ നിരത്തിച്ചേ വലിയ പീഡനം വരികയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. തൻ്റെ കാന്ത ഒരുങ്ങിയിരിക്കണം കാന്തനായ യേശുവിനെ സ്വീകരിക്കുവാൻ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, ദൈവത്തിൻ്റെ വാസമാകേണ്ടതിന് യേശു നമ്മിൽ വസിക്കുവാനാണ് കടന്നു വരേണ്ടത്. ദൈവസഭയ്ക്കെതിരായി പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിനെ എത്രത്തോളം പീഡിപ്പിച്ചിട്ടുണ്ടോ അത് അത്രയും വർദ്ധിച്ചിട്ടേ ഉള്ളൂ. മനഃപൂർവ്വം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവദാസന്മാർക്ക് കിട്ടാൻ പോകുന്ന കിരീടങ്ങൾ
നമ്മൾ ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ ഓരോ ദൈവത്തിനെയും സഹായിച്ചിട്ട് മനഃപൂർവ്വം കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ ദൈവമക്കൾ തയ്യാറായാൽ, നിന്ന് സഹിക്കാൻ തയ്യാറായാൽ, പരിഹാസം സഹിക്കാൻ തയ്യാറായാൽ, ഉപദ്രവം സഹിക്കാൻ തയ്യാറായാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ശത്രുവിനെ മിത്രമാക്കാൻ ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ജീവിക്കുന്നു. ഭാഗ്യകരമായ പ്രത്യാശ, ദൈവമക്കൾ ലഭിക്കുവാൻ പോകുന്ന ഭാഗ്യകരമായ പ്രത്യാശ. ദൈവമക്കൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും ഈ നിലനിൽക്കുന്ന 3 വിഷയങ്ങളിൽ കാണുമെന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ദൈവമക്കൾക്ക് ഇന്ന് ശാരീരികമായ മരണമുണ്ട്, ശാരീരികമായ താഴ്ചയുണ്ട്. പക്ഷെ പ്രത്യാശയോട് അത് കാണുന്ന മുഖാന്തരം, പ്രത്യാശയാൽ അത് വീക്ഷിക്കുന്ന മുഖാന്തരം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടുപോയ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കാണുന്നതിനല്ല, കാണാത്തതിനെ നോക്കി കാണുന്നത് താൽക്കാലികം. എന്നാൽ നിത്യമായ പ്രത്യാശയുടെ രാജ്യം സ്ഥാപിക്കുവാൻ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന സമയം ഏറ്റവും സമാഗതമായിരിക്കുകയാണ്. ദൈവങ്ങൾക്ക് ഇന്ന് ശാരീരികമായ ബലഹീനതകളുണ്ട്. പക്ഷേ പ്രത്യാശയോടെ കാണുന്ന മുഖാന്തരം മുഴുവൻ മാനവജാതിയുടെയും വീണ്ടെടുപ്പ് സാധിക്കാനുള്ള ഇനിയും സമയം ഉണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളും ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്നത്. പക്ഷെ അവർക്ക് ശാരീരികമായ ക്ലേശത്തിലും പ്രത്യാശയുണ്ട്.